ഇന്ന് ആ കല്ലിങ്കൽ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് പുള്ളി എന്നെ കാണിച്ചേ. കല്ലിങ്കലല്ല, കുത്തുങ്കൽ. കുത്തുങ്കൽ ഭയങ്കര ഓവറിലായിരുന്നു പുള്ളി. അവിടുന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റിയ പാട് എനിക്കറിയാം. അവിടെ മഴയും നനഞ്ഞ്. Wow guys, mind blowing. കൊള്ളാം, സൂപ്പർ. കിട്ടില്ല. എത്ര മനോഹരമായ കാഴ്ചയാണ് ഗായ്സ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, ബ്യൂട്ടിഫുൾ അല്ലേ? ഈ സ്പോട്ട് സാർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് പറയൂ. അത് എന്റെ ഒരു പ്രത്യേക, ഇത് ആർക്കും അറിയത്തില്ല ശരിക്കും. ഈ സ്പോട്ട് എന്റെ ഒരു പ്രത്യേക കഴിവുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇതാണ് ഇടുക്കിയിലെ അതിമനോഹരമായ കുത്തിങ്കൽ വാട്ടർഫോൾ. കൊള്ളാം. ഇത് ആർക്കും അറിയത്തില്ല ഗൈസ്. പിന്നെ ചേട്ടൻ എങ്ങനെ അറിഞ്ഞ? ഇതാരും ഇതുവരെ ഇത് മറ്റേ ബ്ലോഗ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സൂപ്പർ, അടിപൊളി. എനിക്ക് മാഡം ഇത് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ മാഡം എനിക്ക് എന്തെങ്കിലും കണക്കിന് തരും. നിന്നെ പിരിച്ചുവിടാനുള്ള സൂപ്പറാണ് ഉദ്ദേശിച്ചത്. സൂപ്പറാണ്. ഞാൻ കരുതി വെള്ളച്ചാട്ടിന്റെ അവർക്ക് ഷോക്കങ്ങാൻ അടിച്ചത്. ഇങ്ങനെ പോയാൽ ഷോക്ക് അടുപ്പിക്കേണ്ടി വരും. മാഡത്തോടും കമ്പനിയോടുള്ള എന്റെ ശക്തമായ പ്രതികാരമാണിത്. നമുക്ക് ഈ മഴയത്ത് തന്നെ വേണം സാർ. ഈ മഴയത്ത് തന്നെ വേണം. കാരണം കഴിഞ്ഞ ദിവസം അച്ചാമ്മ അപ്പപ്പൊടിയുടെ പരസ്യം പൊട്ടിയെന്ന് പറഞ്ഞ് മാഡം എന്റെ മുഖത്ത് നോക്കി പുച്ഛിച്ചു. അതൊരു സത്യമായിട്ടുള്ള കാര്യമല്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് കുത്തണം കേട്ടല്ല. വേണ്ടട്ടാ, നീ എന്റെ കീഴിലുള്ള പണിക്കാരനാ കേട്ടാ. അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഗായ്സ്? കുത്തിങ്കൽ വാട്ടർഫാൾസ്. പറയേ, വാട്ടർഫാൾസ്. നൈസ്. ഇതൊരു നൈസ് എക്സ്പീരിയൻസ് അല്ലേ ഗായ്സ്? അത് ഈ മഴയത്ത് പനി പഠിക്കുമ്പോൾ നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വഴി പറഞ്ഞു കൊടുത്താലോ ഗായ്സ്? നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? നടന്നു വന്നു. നടന്നു വന്നു. വഴി പറയടാ. അണ്ണല്ല വണ്ടി ഓടിച്ചേ. ഓക്കെ ഗായ്സ്, നമ്മൾ രാജാക്കാട് നിന്നും നെടുങ്കണ്ടം റൂട്ടില് കാർ ഓടിച്ച് ഒരു 4-5 കിലോമീറ്റർ വന്നു. അപ്പോൾ ആ 4-5 കിലോമീറ്റർ കഴിയുമ്പോ ലെഫ്റ്റ് സൈഡ് നമ്മുടെ കുത്തിങ്കൽ വാട്ടർഫോൾസ് ഉണ്ട്. ചേട്ടന്റെ കൂടെ വന്നിട്ടേ ഞങ്ങളും കൂടെ ജോലി പോവോ? മഴയാ, പോവാ. സാർ, നിമ്മി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. നമുക്ക് പോയാലോ? സോറി ഗായ്സ്, എനിക്ക് കമ്പനിയോട് ശക്തമായി പ്രതികാരം ചെയ്തേ പറ്റൂ. എനിക്ക് പോണം. വരുന്നുണ്ട്, വാ. ഞാൻ നിമ്മിയുടെ കൂടെയാണ് സാർ. നിങ്ങൾ എന്റെ കീഴിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരാണെന്നുള്ള ചിന്ത വേണം. അതുകൊണ്ടാ ഇവിടെ വന്ന് നിക്കുന്നേ. വാ. ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞോ? ഞാൻ പറയുന്നത് കേൾക്കണം. ഓക്കെ, പോവാം. എനിക്ക് വേണ്ടി കഷ്ടപ്പെടും ഗൈസ് കുറച്ച് നേരം. എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി പോകും. പക്ഷെ ഞങ്ങളുടെ ജോലിക്ക് ഒരു എന്തായാലും പോകും, എനിക്ക് ഉറപ്പായി. ഇറങ്ങോട്ട്. ആ പറയിലെങ്ങാൻ തന്നെ ഒന്ന് തലയിടിച്ചാർന്നെങ്കിൽ നമ്മൾ നോക്കി കൊണ്ടുപോകണം. പിന്നെ തിരിച്ചങ്ങോട്ട് ഞാൻ അവിടെ തന്നെ ഇട്ട് മൂടിനെ ഇളന്ന. ഗൈസ്, നമുക്കപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോകാം ഗൈസ്. ഓക്കെ, ഇനി പേടിക്കണ്ട, വരും. നോ നോ നോ, വരും നിമ്മി. പയ്യെ പയ്യെ കയറി വരൂ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ മഴയത്ത് ഇങ്ങോട്ട് വരണ്ട വരണ്ട. ഗൈസ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം ഗൈസ്. കാരണം കഴിഞ്ഞ പരസ്യം ചെയ്തിട്ട് മാഡം എന്നെ ആട്ടി ശരിയാക്കിയതാ. ഞാൻ അപ്പോഴേ പറഞ്ഞ സാറിന്റെ പൊട്ട ഐഡിയ ആണ്. കേട്ടില്ലല്ലോ ഗൈസ്, നിങ്ങൾ ഈ വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടും ഗൈസ്. കമാ, അടിപൊളി വിഷ്വൽസ് ആ ഗൈസ് ഇവിടെ. ഇതുവഴി എന്നാ ഗ്യാപ്പോട്ട് പോയിട്ട് തന്നെ കാണിച്ചേ. വടികൊണ്ടുള്ള വെയിറ്റ് ഷർട്ട്. ആ വടി ഊരിയെടുത്ത് അയാളുടെ തലമണ്ട അടിച്ച് പൊളിക്കണായിരുന്നു. ഞാൻ ഒരെണ്ണം കൊടുത്താലോന്ന് ആലോചിച്ച, പിന്നെ പണി പോലെന്ന് ഓർത്തി പിന്നെ അനങ്ങാണ്ടിരുന്നു.